ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ഫ്ലാറ്റിലെ ബാൽക്കണി ഞങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദുബൈയിലെ ഞാൻ എൻ്റെ ഫ്ലാറ്റിലെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയും അതിലെ ബേർഡ്സും പോണ്ടും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുമായിട്ട്. അപ്പം ഇപ്പോഴത്തെ പുതിയ ഫ്ലാറ്റിലെ ബാൽക്കണിയുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനിടയിൽ നിന്നാണെങ്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും പലരും എനിക്ക് റിക്വസ്റ്റ് അയച്ചിരുന്നു, ഫുള്ളായിട്ടുള്ള ബാൽക്കണിയുടെ ഒരു വീഡിയോ എടുത്ത് ഒന്ന് അയക്കുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഫ്ലാറ്റ് എടുത്തപ്പോൾ മുതലേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ബാൽക്കണി നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഒരു കഫേ സ്റ്റൈലിൽ സെറ്റ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ 3Dകൾ ഇങ്ങനെ മാറ്റി മാറ്റി വരപ്പിച്ച് ഞങ്ങൾ പല പല ടൈൽസുകളാണ്, ഫ്ലോർ ടൈലാണെങ്കിലും അതുപോലെ വോൾ ടൈലാണെങ്കിലും ഒക്കെ ഞങ്ങളിങ്ങനെ മാറി മാറി പോയി കണ്ട് എടുത്ത് ഞങ്ങളുടെ ചെറിയ ഏരിയ ആണെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ഈ ഒരു ഡിസൈനിലേക്ക് നമ്മൾ ലാസ്റ്റ് എത്തിയത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ബാൽക്കണി. അപ്പം വന്ന് കണ്ടവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബാൽക്കണിയിൽ അഴുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. സാധാരണയായിട്ട് ഞാൻ ഇതുപോലുള്ള ക്ലീനിങ്ങിന് ഇറങ്ങുന്നത് ഒന്നുകിൽ മക്കള് വീട്ടിലുള്ളപ്പം അതുപോലെ ബിനോശൻ ഉള്ളപ്പോഴോ ഒക്കെ ആയിട്ടാണ്. കാരണം നമ്മൾ തനിയെ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ എല്ലാവരും കൂടി ആയിട്ട് ചേർന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാനും പറ്റും, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ടും പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പ്ലാന്റ്സ് എല്ലാം ഫ്ലാറ്റിനകത്തേക്ക് വെച്ചു. ചുക്കിലിയൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റുകളിലൊക്കെ, അപ്പൊ അതെല്ലാം ഒന്ന് പൊടിയടിച്ചെടുക്കുവാണ്. വൈറ്റ് സ്റ്റാൻഡും അതുപോലെ ബാൽക്കണിയുടെ വൈറ്റ് റെയിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ അഴുക്ക് വരുമ്പോൾ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ഈ ഹാങ്ങിങ് ഡെക്കറ് ഷെൽസിൻ്റെത് ഗോവയിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ പണ്ട് വാങ്ങിയതാണ്. അത് ഞാൻ ദുബൈയിൽ പോയപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, അവിടുന്ന് ഇങ്ങോട്ടേക്കും വന്നപ്പോഴത്തേക്ക് കൊണ്ടുപോന്നു. ഈ ഫ്ലാറ്റ് ആദ്യമായിട്ട് കാണാൻ വന്നപ്പം തന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇതേ വ്യൂവോട് കൂടിയ ഒരു ബാൽക്കണി ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നൊരു ചെറിയ ബാൽക്കണിയുണ്ട്. അവിടെയും ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ ഡ്രയർ സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഒരു ഏരിയ ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഈ ബാൽക്കണിയെക്കുറിച്ച്. അതായത് ഞങ്ങളിതിന് മുമ്പുള്ള ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിലും താമസിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ബാൽക്കണിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവർക്കും, അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ ബാൽക്കണിയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാനായിട്ട് തന്നെ. അങ്ങനെ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇതിനു മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണെങ്കിലും ഞാൻ അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിരുന്നു. പുതിയതായിട്ട് നമ്മുടെ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒരു കോട്ടേജ് സ്റ്റൈലിലായിരിക്കണം, കഫേ ലുക്കിലായിരിക്കണം എൻ്റെ ബാൽക്കണി എന്ന് എനിക്കുണ്ടായിരുന്നു. അതായത് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലുള്ള ഫ്ലോർ ടൈല്, അതുപോലെ തന്നെ അവിടെ ഹാങ് ചെയ്തിടുന്ന ലൈറ്റ്സ് ആണെങ്കിലും പ്ലാന്റ്സ് ഒരുപാട് ക്രൗഡഡ് ആകാതെ എന്നാൽ അത്യാവശ്യം വേണം താനും. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് വൈറ്റ് ചെയറും ടേബിളും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തമ്മിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈലാണെങ്കിലും ഫ്ലോർ ടൈലാണെങ്കിലും വോൾ ടൈലാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ ചേരുമോ എന്നുള്ളത് നമ്മളിങ്ങനെ 3Dയിൽ ചെയ്ത് നോക്കിയാണ് ഈ ഒരു ഡിസൈനിലേക്ക് എത്തിയത്.
അതുപോലെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മുകളിൽ ഒരു ഗ്രേ പെയിൻറ്റ് കൊടുത്തുകൊണ്ട് മെറ്റൽ റെയില് ഫ്രെയിം ചെയ്തുകൊണ്ട് അതിൽ ആണ് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ക്ലൈംബിംഗ് ആയിട്ടും പ്ലാന്റ്സ് കയറ്റി വിടാവുന്ന രീതിയിലാണ് മെറ്റൽ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ബാൽക്കണി ക്ലീനിങ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു. ഒരു സെൻറ്റഡ് ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ ഞങ്ങൾ ഒന്ന് ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് ഐസ്ക്രീം അങ്ങനെ ഓർഡർ ചെയ്തു. മാംഗോ എന്ന് പറയും. ഇനി നമുക്ക് മോർണിംഗ് വ്യൂ കാണാം. ഈ പ്ലാന്റ്സിലേക്ക് സൺലൈറ്റ് രാവിലെ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഷാഡോ വോളിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അത് കാണാനായിട്ട്. ഈ വോളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈലെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ഡെക്കർ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റിൽ നല്ല രസമാണ്. പ്ലാന്റ്സിലേക്ക് ആ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ നമ്മൾ ആ വൈറ്റ് സ്റ്റാൻഡൊക്കെ കൊടുത്ത് പ്ലാന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം ചെയർസും ടേബിളുമാണ്. അതുകൊണ്ട് തന്നെ തുരുമ്പടിക്കുമെന്ന് പേടിക്കുകയും വേണ്ട. അതുപോലെ വെയ്റ്റ്ലെസ് ഒന്നും അല്ല, നല്ല വെയിറ്റ് ഉണ്ട് അതിന്. ഫ്ലോർ ടൈല് ബ്ലൂ ആൻഡ് വൈറ്റ്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ ഫ്ലോർ ടൈല് വേണമെന്ന്. അങ്ങനെ കുറേ നോക്കി നടന്ന് നല്ല ബോർഡറുള്ള ടൈല് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ ഫർണിച്ചർ ആണെങ്കിലും വൈറ്റ് ചെയറും ടേബിളും വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ വോളിലായിട്ട് നമ്മളൊരു വുഡൻ ടെക്സ്റ്റേർഡ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ്
മുമ്പ് തൊട്ടേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മിറർ ഞങ്ങളവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സീലിങ്ങിൽ നമ്മൾ ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് മെറ്റൽ ഫ്രെയിം ചെയ്തിട്ട് അതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഷാൻലിയർ ആകട്ടെ അതുപോലെ വോൾ ലാമ്പ് ആകട്ടെ നമ്മൾ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഷാൻലിയർ 3 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ഷാൻലിയറാണ്. വോൾ ലാമ്പ് പുതിയതായിട്ട് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ഡോറ് നമുക്ക് പ്ലെയിൻ എൻട്രൻസ് ഡോറായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ഫ്രഞ്ച് സ്റ്റൈലിലെ ഡോറാക്കി മാറ്റി. ഇവിടെ ആൻറ്റിക് ടൈപ്പിലെ പ്ലഗ് പോയിൻറ്റ്സും സ്വിച്ചസുമാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബാൽക്കണിയിൽ അങ്ങനത്തെ സ്വിച്ച് ബോർഡും സ്വിച്ചസും ഒക്കെ വേണമെന്ന്. അപ്പോൾ അത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ അന്വേഷിച്ചു. ഓൺലൈനിലൊക്കെ തപ്പി പിടിച്ചെടുത്തതാണ് ഈ പ്ലഗ് പോയിൻറ്റും സ്വിച്ചസും. അങ്ങനെ അത് എക്സ്ട്രാ പോയിൻ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ക്രിസ്മസ്, ദീപാവലി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്ലഗ് പോയിൻറ്റ്സും സ്വിച്ചസുമാണ്. അതുപോലെ തന്നെ ഈ ടേബിളിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഏഞ്ചലിനെയും അതുപോലെ തന്നെ ലാൻറ്റേണും ഒക്കെ നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കും. കാരണം ഈ ഫ്ലാറ്റിൻ്റെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ആ സമയം തൊട്ടേ ഈ ഏഞ്ചലിൻ്റെ പിക്ചർ ഞാൻ എപ്പോഴും ഇടുന്നതായിരുന്നു. അപ്പം ഏഞ്ചലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് എനിക്കറിയാം. ഈ വോളിനോട് ചേർന്ന് നമ്മൾ പ്ലാന്റ്സ് ലെയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഹൈറ്റുള്ള പ്ലാന്റ്സുകൾ ബാക്കിൽ വെച്ചുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സുകൾ നമ്മളിതുപോലെ ലെങ്തി പോട്ടിനകത്താക്കി വെച്ചിരിക്കുന്നു. ഈ പ്ലാന്റ്സുകളെല്ലാം എൻ്റെ കൂടെ മുമ്പ് തൊട്ടേ ഉള്ള പ്ലാന്റ്സുകളാണ്. അതിനെ റീപോർട്ട് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബാൽക്കണിയുടെ വ്യൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്താണ് ഇതിനകത്തിൽ നിങ്ങളുടെ സജഷൻസ്? ഇതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് പറയാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം. പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നതിന് ഒരുപാട് സംസാരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ തരാത്തത്. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം അല്ലാതെ ഒരു വാക്കിൽ ഉത്തരം പറഞ്ഞ് എനിക്കത് നിർത്താൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതുപോലെ പുതിയതായിട്ട് ഫ്ലാറ്റ് അല്ലെങ്കിൽ ബാൽക്കണി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഗാർഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.